ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം ഇന്ന് വ്യാഴാഴ്ചയിലത്തെ വിശേഷങ്ങളാണ്. അതായത് ഇന്ന് ക്ലാസ് ഉണ്ടായിരുന്നില്ല. അപ്പം ഞാൻ ഇന്നലെ പറഞ്ഞല്ലോ ഇന്നത്തെ ഒരു ദിവസം, ശരിക്കും പറഞ്ഞാൽ ഇന്നത്തെ ഒരു ദിവസത്തെ ടൈറ്റിൽ ഡേ ഇൻ മൈ ലൈഫ് എന്ന് കൊടുക്കണം വിത്ത് കിഡ്സ്. കാരണം ഇന്ന് ഫുൾ ഡേ പിള്ളേർസും ഞാനും കൂടിയിട്ടായിരുന്നു കേട്ടോ. കുറേ സമയം ഞങ്ങൾ അമ്മാമ്മയും മക്കളും കൂടിയിട്ടായിരുന്നു. അങ്ങനെ ദേ രാവിലെ എണീറ്റു. രാവിലെ തന്നെ നല്ല മഴയുണ്ടായിരുന്നു കേട്ടോ. ഇന്നത്തെ ഒരു ദിവസം എനിക്ക് തോന്നുന്നു മഴ തോർന്നിട്ടേ ഇല്ല. അങ്ങനെ ദേ പിള്ളേർസൊക്കെ എണീറ്റ് അവരുടെ കാര്യങ്ങളിലൊക്കെ ഏർപ്പെട്ടു. അപ്പോൾ എണീക്കുമ്പോൾ തൊട്ട് നമ്മുടെ ചാക്കോച്ചൻ സംസാരമാണ്, ഭയങ്കര വർത്താനം പോട്ടോ മൂപ്പര്. അവനാവശ്യമുള്ള സാധനങ്ങൾ നമുക്ക് മനസ്സിലാവുന്ന രീതിയിൽ അവനത് പറഞ്ഞ് മനസ്സിലാക്കി തരും. അപ്പോൾ നമുക്ക് ഇപ്പോൾ അവൻ എന്ത് പറഞ്ഞാലും മനസ്സിലായി തുടങ്ങി കേട്ടോ. അപ്പോൾ അങ്ങനെയാണ് അവൻ്റെ എന്താ പറയുക, അവൻ്റെ അപ്പോൾ ഞാൻ എപ്പോഴും പറയാറുള്ള പോലെ ഇവർ രണ്ടുപേരാണ് സെറ്റുകാർ. ഇവരിതേ രണ്ടുപേരും നിന്ന് ഓരോന്ന് അവർ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള വർത്തമാനങ്ങളാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ അത് കഴിഞ്ഞ് ഞാൻ പതുക്കെ അകത്തേക്ക് കയറി. അപ്പോൾ ഇന്ന് ക്ലാസ്സും കാര്യങ്ങളൊന്നും ഇല്ലാത്ത കാരണം എല്ലാവരും ഫ്രീ ആണ്, എല്ലാവരും സ്വസ്ഥമായിട്ടാണ് എണീറ്റിട്ടുള്ളത്. വേറെ പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നുമില്ല. ഡിമ്പിളിൻ്റെ കോൾഡ് നല്ല കുറവുണ്ട്. കുട്ടികൾക്കായാലും വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. 2 ദിവസം ഇത്തിരി ഒന്ന് പേടിച്ച് ഇങ്ങനെ എന്താ പറയുക, കുറച്ച് ഒരു വയ്യായിയും കാര്യങ്ങളൊക്കെ തോന്നിയെങ്കിലും ഡിമ്പിൾ ഓക്കെ ആയി. അങ്ങനെ ഡോക്ടറെ അടുത്ത് പോകേണ്ടി വരുന്നൊക്കെ വിചാരിച്ചു. പക്ഷേ വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ അങ്ങോട്ട് മാറിയിട്ടോ എല്ലാവരുടെയും. അപ്പോൾ ഇപ്പം എങ്ങനെയാണെന്ന് വെച്ചാൽ എല്ലായിടത്തും തൊട്ട് വരട്ടിയിട്ട് ഒരാൾക്ക് വന്നു കഴിഞ്ഞാൽ അടുത്ത ആൾക്ക് അങ്ങനെയാണെന്ന് പറഞ്ഞു. പക്ഷേ ദൈവം സഹായിച്ച് വേറെ കുഴപ്പമൊന്നുമില്ല. ഞങ്ങൾക്കിവിടെ പേടിയാണ്, ഒരാൾക്ക് കുട്ടികൾ 3 പേരുള്ളതല്ലേ. പക്ഷേ കുഴപ്പമൊന്നും ഉണ്ടായില്ല കേട്ടോ ഇതുവരെ. അപ്പോൾ അങ്ങനെ ദേ നമ്മുടെ ചാക്കോച്ചൻ വരികയാണ്. നമ്മുടെ അപ്പാപ്പൻ പോയി. അപ്പോൾ ഇവനെങ്ങനെയാണെന്ന് വെച്ചാൽ ആര് വന്നാലും പോയാലും അവർക്ക് ടാറ്റ കൊടുത്ത് മറ്റേ എന്താ പറയുക, 2 വീലർ റോട്ടിൽ നിന്ന് കടക്കുന്നത് വരെ അവനത് നോക്കി നിൽക്കണം. അപ്പോൾ കുട്ടികളൊന്ന് സ്വസ്ഥമായിട്ട് ഇപ്പോൾ കുട്ടികളുടെ പിന്നാലെ മറ്റേതെങ്ങനെ വന്നാലും ഞങ്ങൾക്ക് 12:30 ആകുമ്പോഴേക്കും ആദ്യം ഒരാളെ കൊണ്ടുവരാൻ പോകണം, പിന്നെ 1:15 അടുത്ത ആളെ കൊണ്ടുവരാൻ പോകണം. അങ്ങനെയുള്ള തിക്കും തിരക്കും ഉണ്ടാവാറ് പതിവ്. ഇതിപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞാൽ അവർ സ്വസ്ഥമായിട്ട് ഓരോ കാര്യങ്ങൾ നോക്കാം. അപ്പോൾ ഞാൻ ലാസ്റ്റ് കഴിക്കാൻ വന്ന ആൾ കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ബിസിനസ്സിൻ്റെ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഞാനത് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഓൾറെഡി കുറച്ച് ലെങ്ത്ത് കൂടുതലാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഞാൻ വിചാരിച്ചു അത്രയും വേണ്ട. ഞാൻ കുറേ വോയിസ് ഓവർ ഇങ്ങനെ ഒരുമിച്ച് കൊടുക്കുമ്പോൾ നമുക്ക് ചുമ വരും, ഭയങ്കര അസ്വസ്ഥതകൾ വരും. അപ്പോൾ അത് വേണ്ടാന്ന് വിചാരിച്ചിട്ട് ഞാൻ ബിസിനസ്സിൻ്റെ കാര്യങ്ങൾ കംപ്ലീറ്റ് കട്ട് ചെയ്തിട്ടാട്ടോ ഇട്ടേക്കണേ. അങ്ങനെ ഇന്നത് കുറച്ച് ഇന്ന് ഒന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ പറഞ്ഞില്ലേ ഇന്നലെ ഒന്നും ഞാൻ തോരയിട്ടുണ്ടായിരുന്നില്ല, അകത്തൊന്നും ഉണങ്ങിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ ഇന്ന് ഇപ്പോൾ വൈകുന്നേരം ഇപ്പോൾ ഞാൻ അതൊക്കെ എടുത്തിട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഇവരുടെ പണികളൊക്കെ കഴിഞ്ഞ് കുക്കറൊക്കെ കമത്തി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതൊക്കെ അതാത് സ്ഥാനങ്ങളിലേക്ക് വെച്ചു. അത് കഴിഞ്ഞ് ഫിൽറ്ററിൽ വെള്ളം നിറച്ചു. അങ്ങനെയുള്ള കുട്ടി കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴേക്കും മഴ തന്നെയാണ് കേട്ടോ. മഴ എന്ന് പറഞ്ഞാൽ നല്ല മഴ. ഇതിപ്പോൾ മഴ മാറി ഒന്ന് അന്തരീക്ഷം ഒന്ന് പ്രകാശം വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇങ്ങനെ നോക്കിയപ്പോൾ ഒരുത്തൻ കൊണ്ടുപോണ് ചൂലും കോരിയും കൊണ്ടുപോകാൻ. ഞാൻ ഇങ്ങനെ നോക്കി നിൽക്കണ നേരം കൊണ്ട് അവൻ ചൂലും കോരിയും കൊണ്ടുപോയി അവിടെ അടിച്ചു വാരലാണ് കേട്ടോ മെയിനായിട്ട് അവൻ്റെ പണി. അപ്പോൾ ചേട്ടന്മാർ 2 പേരും ഫോണിലാണ്. അപ്പോൾ ഡിംപിളും ഡിവൈനും അവർക്ക് ഇന്നലെ കൊണ്ടുവന്ന മറ്റേ പ്രോഡക്ട്സ് ഫോട്ടോസും കാര്യങ്ങളും എടുത്തിട്ടില്ല. അപ്പോൾ അതെടുത്താലല്ലേ നിങ്ങളിലേക്ക് എത്തിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അവർ സ്വസ്ഥമായിട്ട് ഫോട്ടോസ് എടുക്കാൻ വേണ്ടി പിള്ളേർസിനെ എൻ്റെ കയ്യിൽ ഏൽപ്പിച്ചിട്ട് മുകളിലേക്ക് പോയി ഡാഡി പോസ്റ്റ് ചെയ്യാനായിട്ട് ഫസ്റ്റ് ട്രിപ്പ് പോസ്റ്റിങ്ങിന് വേണ്ടി പോയിട്ടോ. അപ്പോൾ ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞ് ഞാൻ അരി അടുപ്പത്തിട്ടതിന് ശേഷമാണ് ഞാൻ ഫുഡ് കഴിക്കാതിരുന്നത്. ഞാൻ പറഞ്ഞില്ലേ പുട്ടും കടലയായിരുന്നു എന്ന് പറഞ്ഞില്ലേ. അങ്ങനെ ഞാൻ ഭക്ഷണം കഴിക്കാൻ അപ്പോൾ ഇന്നലെ ഡിംപിൾ ഓൾറെഡി ചെമ്മീനും മാങ്ങയും കൂടിയിട്ട് പാലൊഴിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. സൂപ്പർ ടേസ്റ്റായിരുന്നു കേട്ടോ. അതുകൂടാണ്ട് കൊപ്രയും മുതിരിയും വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ രാവിലത്തെ മറ്റേ കടല വറ്റിച്ചാണ് നമ്മൾ പുട്ടിനറിയാലോ അങ്ങനെ എടുക്കാമെന്ന്. അപ്പോൾ ബാക്കി വന്ന കടല ഞാൻ വെറുതെ കുറച്ച് മിളകും കൂടി ഇട്ടിട്ട് ഒന്ന് മുരിച്ചെടുത്തു എന്ന് പറയില്ലേ, അങ്ങനെ എടുത്തു കേട്ടോ. അങ്ങനെ അത് മതി. പിന്നെ അച്ചാറൊക്കെ ഉണ്ടല്ലോ, അത് മതി എന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മുടെ പാച്ചൂട്ടൻ്റെ പണി എന്തിട്ടാന്ന് വെച്ചാൽ ഒരാൾ വണ്ടി കൊണ്ട് കളിക്കുകയാണെങ്കിൽ ഒരാൾ വർത്താനം പറയുകയാണെങ്കിൽ ഇവൻ്റെ പണി ഈ ഫോൺ എടുത്തിട്ട് പല മെക്കാനിക്സാണ്. ഇതിപ്പോൾ ഫ്ലാഷ് ഓൺ ചെയ്തിട്ട് ഇതിങ്ങനെ മിന്നിച്ച് കളിക്കലാണ് ഇവൻ്റെ മെയിൻ പണി. ഓരോ മുക്കിലും മുലയിലും കൊണ്ടുപോവുക, പ്ലേറ്റിൻ്റെ അടിയിൽ വെക്കുക. അപ്പോൾ ഞാൻ പുട്ട് കഴിക്കുമ്പോൾ ഒരുത്തിന് പുട്ട് വേണമെന്ന് പറഞ്ഞ് പുട്ട് കൊടുത്തതാണ്. അത് കൊണ്ടുവന്ന് ഇവിടെ കമത്തി. അപ്പോൾ ഞാൻ പറയായിരുന്നു കുട്ടികൾ 2 പേരും ഒന്നും അറിഞ്ഞിട്ടില്ല. ഞാൻ ആ ഭക്ഷണം കഴിക്കുന്നതിൻ്റെ ഇടയിൽ എനിക്ക് തോന്നുന്നു 4 or 5 വട്ടം എണീറ്റിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഒരുത്തൻ ആ പുട്ട് കളഞ്ഞ ആ പ്ലേറ്റ് എടുത്ത് കമത്തി വെച്ചിട്ട് അതിൻ്റെ മുകളിൽ മൊബൈൽ വെച്ചു. കുറച്ച് കഴിഞ്ഞപ്പോൾ അതിൻ്റെ അടിയിൽ മൊബൈൽ വെച്ചു. എന്നിട്ട്
എന്താ പറയുക, ഈ ബ്ലിങ്ക് ചെയ്യുന്നത് നോക്കി നിൽക്കുകയാണ് കേട്ടോ. അങ്ങനെ അവൻ്റെ പണി അങ്ങനത്തെ ഓരോ പണികളാണ്. മറ്റാൾക്ക് അതിങ്ങനെ ഓരോന്ന് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. കുട്ടികൾ ചെറുപ്പത്തിൽ ഇങ്ങനെ ഓരോന്ന് കണ്ടിട്ട് ചെയ്യണത് ആരും കാണിച്ച് കാണുന്നതല്ല കേട്ടോ. അങ്ങനെ അവർ അപ്പോൾ കുറേ പേര് എന്നോട് ചോദിക്കും കുട്ടികൾ ഫോൺ എപ്പോഴും കയ്യിലുണ്ടെന്ന്. അവർ സത്യം പറഞ്ഞാൽ അതിൽ കാണാനോ എടുക്കാനോ അല്ല, കാണലൊക്കെ ടി വിയിലാണ്. ഇവരിങ്ങനെ പുതിയ പുതിയ മെക്കാനിസങ്ങളാണ് കേട്ടോ അവർ നോക്കുന്നത്. അങ്ങനെ ആ നേരം കൊണ്ട് ഞാൻ വേഗം അവിടേക്ക് അടിച്ചെടുത്തു. അപ്പം ഇന്ന് എനിക്ക് മനസ്സിലായി ഡിവൈൻ എന്താ ഈ ചൂലും കോരിയും കൊണ്ട് നടക്കണേന്നുള്ളത്. അങ്ങനെ നടയിലത്തെ ലൈറ്റൊക്കെ ഓഫ് ചെയ്ത് പിള്ളേരിരുന്ന് 3 പേര് നല്ല മക്കളായിട്ടിരുന്ന് കളിക്കുകയാണ് കേട്ടോ. അങ്ങനെ ഡിംപിൾ ഫസ്റ്റ് ട്രിപ്പ് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് ഇറങ്ങി. ഡിവൈൻ മുകളിലുണ്ട്, അടുത്ത സെക്ഷൻ എടുത്തുകൊണ്ടിരിക്കണം. അപ്പോൾ ഫുൾ ഓണത്തിൻ്റെ സാധനങ്ങളാണ് വന്നിരിക്കണേ കേട്ടോ. ഓണത്തിൻ്റെ നമുക്ക് എല്ലാവർക്കും ഞാൻ ഇന്നലെ പറഞ്ഞ പോലെ എല്ലാവർക്കും 3000, 4000 അല്ലെങ്കിൽ 2500 കൊടുത്തിട്ട് നമുക്ക് പാലക്ക, നാഗപടം ഒന്നും എടുക്കാൻ പറ്റില്ല. പിന്നെ ഒരു ദിവസം ആ ഓണത്തിൻ്റെ ആ ഫംഗ്ഷൻ്റെ ഒരു ദിവസമല്ലേ വേണ്ടു. അപ്പോൾ അതിന് പറ്റിയ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള കുറേ ഓർണമെൻറ്റ്സ് വന്നിട്ടുണ്ട്. ഈ ലോക്കറ്റ് അതിൽ പെടില്ല കേട്ടോ. അല്ലാണ്ട് തന്നെ നമ്മുടെ പാലക്ക, നാഗപടം, കൊമ്പ്, അതിൻ്റെ ഒറ്റ, പിന്നെ നെക്ലസ്, ലോങ് ചെയിൻ, അങ്ങനെ എല്ലാതും വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഡിംപിളിൻ്റെയോ ഡിവൈൻ്റെയോ സ്റ്റാറ്റസ് അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്താൽ നിങ്ങൾക്കത് കാണാം കേട്ടോ. അപ്പോൾ ഇതൊക്കെ നമ്മൾ ഇന്ന് ഉച്ചയ്ക്ക് പാക്ക് ചെയ്യാനായിട്ട് എടുത്ത ഓർണമെൻറ്റ്സാണ്. ഇതൊക്കെയാണ് ഞാൻ പറഞ്ഞ സംഭവങ്ങൾ കേട്ടോ. അങ്ങനെ കുറേ പുതിയ പുതിയ ഐറ്റംസ് ഉണ്ട്. അങ്ങനെ ഞാൻ നോക്കിയപ്പോഴാണ് ഈ 2 പേരും കൂടിയിട്ട് ഈ സോഫ വലിച്ചിങ്ങോട്ട് ഇട്ടേക്കുക. അത്യാവശ്യം വെയിറ്റ് ഉണ്ട്, 2 ആളും കൂടി ചെയ്യണം ഒരേ പണികളാട്ടോ. അങ്ങനെ അത് വലിച്ചു. അപ്പോഴേക്കും ഡാഡി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഡാഡിയുടെ ഫോൺ കൊടുത്തിട്ട് ഡാഡി നോക്കുക ഇതെന്താണ് ഈ സംഭവം എന്ന്. അപ്പോൾ ഈ ലോക്കറ്റ് ഞാനിങ്ങനെ വെച്ച് കാണിക്കാൻ കാരണം മുമ്പ് ഈ മെറൂൺ കളറിൽ ആ വലിപ്പത്തിലാണ് വന്നിരുന്നത്. ഇപ്പോൾ ഗ്രീൻ കുറച്ചും കൂടി വട്ടത്തിലുള്ളത് വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യക്കാരുണ്ടെങ്കിൽ പറയാം. മെറൂൺ ചെറുതെന്ന് പറഞ്ഞാൽ സാധാരണ വലിപ്പം, ഗ്രീൻ കുറച്ച് വലിപ്പം കൂടുതലുള്ളതാണ്. അപ്പം ഞാനിന്ന് ചോറ് ഊറ്റുമ്പോൾ എനിക്ക് ഒരു കഞ്ഞിവെള്ളത്തിൽ പുളിയിട്ടിട്ട് നല്ലൊരു കറി കണ്ടിട്ടുണ്ടായിരുന്നു. എന്നാൽ അത് ചെയ്യണം എന്നൊക്കെ വിചാരിച്ച് ഞാനത് ചൂട്ടോടെയുള്ള കഞ്ഞിവെള്ളത്തിൽ കുറച്ച് പുളിയൊക്കെ ഇട്ട് അതങ്ങോട്ട് മാറ്റി വെച്ച് ഉച്ചയ്ക്ക് വേണ്ട വൈകുന്നേരത്തേക്ക് ആവാം എന്നുള്ള രീതിയിലൊക്കെ മാറ്റി വെച്ചു. പക്ഷേ ഒന്നും വേണ്ടി വന്നില്ല. രാത്രി അക്കിയുടെ അവിടെയായിരുന്നു കേട്ടോ. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞത്, ചെമ്മീനും മാങ്ങയും കൂടി ഭയങ്കര ടേസ്റ്റായിരുന്നു. അതായത് ഇന്നലെ വെച്ചല്ലോ, അത് ഇന്നേക്ക് വയ്ക്കുമ്പോൾ ഭയങ്കര ടേസ്റ്റാവും. അപ്പോൾ ചിലർ ചോദിക്കും ഇതിൻ്റെ റെസിപ്പി എങ്ങനെയാണെന്ന്. വളരെ സിമ്പിൾ. ഇതിപ്പോൾ ഡിംപിൾ ചെയ്തതാണ്. വളരെ സിമ്പിൾ റെസിപ്പിയാണ്. യൂട്യൂബിലൊക്കെ നിറച്ച് കിടക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഞാൻ കടല ഞാൻ പറഞ്ഞില്ലേ ഒന്ന് കടല വറ്റിച്ചെടുത്തു. മുതിരയും ഇതും ചൂടാക്കി ആ കടല വറ്റിച്ചെടുത്ത ആ ചട്ടിയിലേക്ക് കുറച്ച് ചൂടുള്ള ചോറും കുറച്ച് ചെമ്മീൻ്റെ ചാറൊക്കെ ഒഴിച്ചിട്ട് ഞാൻ ഒരു ചട്ടിയിൽ കുറച്ച് എടുത്ത് കഴിച്ചു കേട്ടോ. ചട്ടി പഠിക്കാന്നൊക്കെ പറയില്ലേ, അതെടുത്ത് കഴിച്ചു. ബാക്കി ഞാൻ റെഡിയാക്കി വെച്ചു. അപ്പോഴേക്കും പിള്ളേർ മറ്റേ ഇതൊക്കെ കഴിഞ്ഞ് വന്നു. ഞാനപ്പോൾ ചാക്കോവിനുള്ള ഫുഡും കൊടുത്തായിരുന്നു കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞപ്പോഴേക്കും ഇവർ വന്നു. അപ്പോൾ ഇന്ന് ഒരു ചെറിയ പർച്ചേസിങ് ഉണ്ട് ഡിവൈനും ഡോണിനും കൂടിയിട്ട്. അപ്പോൾ അതിന് ഊണ് കഴിഞ്ഞിട്ട് പോകാമെന്നാണ് പറഞ്ഞേക്കണേ. അങ്ങനെ പിള്ളേർ, ഞാൻ പറഞ്ഞില്ലേ ഇവരെന്താ ചെയ്യണേന്ന് ഒരു പിടുത്തുണ്ടാവില്ല. ഇന്നത്തെ ഒരു ദിവസം എന്ന് പറഞ്ഞാൽ എന്നെ ഇരുത്തിയിട്ടില്ല. 3 ആൾ 3 തരം. അപ്പം ചെറിയ ആൾ കാല് നീട്ടിയിരുന്നിട്ട് ടി വി കാണുന്നു. മറ്റൊരു 2 പേര് കസേര വലിച്ചിട്ട് വാഷ് ബേസിനിൽ കൈ കഴുകണു. ഇങ്ങനെ ഓരോ കുറുമ്പുകൾ. അത് കഴിഞ്ഞ് കൈ തുടക്കി നോക്കിയാൽ വന്നിട്ട് ആ കിച്ചണിൽ ടവലിൽ തുടയ്ക്കാണ്ട്. അതായത് അവർക്ക് അറിയാണ്ടല്ല, ഒരു കുട്ടി കുറുമ്പ് കാണിക്കാനായിട്ട്. പിന്നെ നമ്മളും എപ്പോഴും സ്ട്രിക്റ്റായിട്ട് നിൽക്കാൻ പാടില്ലല്ലോ. അപ്പോൾ ഞാനും ചില സമയത്ത് അവരുടെ കൂടെ അങ്ങോട്ട് കൂടും. അങ്ങനെ ആമസോണിൽ നിന്ന് ഒരു ഇത് വന്നതാണ് കേട്ടോ, ഒരു കൊറിയർ വന്നതാണ്. അപ്പോൾ അത് വേറൊന്നുമല്ല, എന്താണെന്നുള്ളത് ഞാൻ പറയാം കേട്ടോ. അപ്പോൾ അങ്ങനെ കുട്ടികൾ ഇപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ ബെല്ലടിച്ച് അവിടെ നിന്ന് ആരെങ്കിലും വരുമ്പോഴേക്കും ആരെങ്കിലും ഒരാൾ പോയിട്ട് അത് വാങ്ങിയിട്ട് വരും. അപ്പോൾ എനിക്ക് ശരിക്കും പറഞ്ഞാൽ ആ പണി കുറേ എളുപ്പമായി. അപ്പം എനിക്ക് ശരിക്കും ഉറക്കം വരുന്നുണ്ട്. ഇന്ന് നിങ്ങൾക്ക് ലാസ്റ്റ് കാണുമ്പോൾ അറിയാം 2:30 ആയിട്ടുണ്ട് കേട്ടോ. ഞാൻ ഈ വോയിസ് ഓവർ കൊടുക്കുമ്പോൾ വേറെ ഒന്നുമല്ല, ഞങ്ങളിപ്പോൾ അവിടെ നിന്ന് വരാനായിട്ട് കുറേ ലേറ്റായി. അതിന് പുറമെ ഞങ്ങൾ കുറേ നേരം ഇരുന്ന് വർത്താനം പറഞ്ഞിട്ട് അതിന് ശേഷമാണ് ഇപ്പോൾ ഞാൻ ഇതിനിരുന്നത്, അതുകൊണ്ടാണ്. അപ്പോൾ അങ്ങനെ ചാക്കോച്ചൻ്റെ പണി എന്താണെന്ന് വെച്ചാൽ അവിടെ ചേട്ടന്മാരെന്തെങ്കിലും കുറുമ്പ് കാണിച്ചാൽ എന്നെ വന്ന് വിളിച്ചു കൊണ്ടുകൂട്ടാം. നമുക്ക് അത്ഭുതം തോന്നും. അവിടെ ചെല്ലുമ്പോൾ കാണാം അവരെന്തെങ്കിലും ഒപ്പിച്ച് വെക്കുന്നുണ്ടാവും. ഇപ്പോൾ എന്താ ചെയ്യണേന്ന് നോക്കി, മഴ പെയ്ത് പോയ ആ വെള്ളത്തിൽ വണ്ടി ഇട്ട് ഓടിച്ചിട്ട് കളിക്കുകയാണ്, ആ ചളിവെള്ളത്തിൽ കളിക്കുകയാണ്. ഇന്ന് ചിലപ്പോൾ എനിക്ക് എന്താ പറയുക കമൻസ് ടേൺഡ് ഓഫ് ആവും. കാരണം കുട്ടികളുടെ ഒന്നും കാണിക്കാൻ പാടില്ല, കുട്ടികളെ കാണിക്കാൻ പാടില്ല. അതല്ല കുട്ടികളുടെ മിക്കവാറും ഇങ്ങനെ വരുമ്പോൾ
ടേൺഡ് ഓഫ് ആവാറുണ്ട് കേട്ടോ. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്. അങ്ങനെ അവരിതേ വെള്ളത്തിൽ കളിക്കുകയാണ്. വെള്ളത്തിൽ അവിടെ ആ ഇഷ്ടിക കുറച്ചൊന്ന് താന്നിട്ടാണ് കിടക്കണത്. അപ്പോൾ ഇവരുടെ പണി എങ്ങനെയാണെന്ന് വെച്ചാൽ മെയിനായിട്ട് വെള്ളം വന്നു കഴിഞ്ഞാൽ അതിലൊന്നെങ്കിൽ വഞ്ചി ഇടുക, അല്ലെങ്കിൽ ദേ വണ്ടി ഓടിക്കുക. ഇതൊക്കെയാണ് ഇവരുടെ മെയിൻ പണി. പിന്നെ കുട്ടികളല്ല കുറേ എല്ലായ്പ്പോഴും അകത്തിട്ട് നമുക്ക് പൂട്ടാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഇത് കാണാണ്ട് വന്നിട്ട് ചെയ്തതാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ ചാക്കോച്ചനാണ് വന്നിട്ട് ഒറ്റ തരിക എന്ന് പറയില്ലേ, അവൻ വന്ന് പറഞ്ഞത് ഇതാ ഇങ്ങനെ സംഭവം ഉണ്ട് എന്നുള്ളത്. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ എന്തായി, വണ്ടി കഴുകലായി, വെള്ളം കൊണ്ട് കഴുകലായി. നമ്മൾ കാണില്ലേ ചില സമയത്ത് വഴിയിൽ ചളിവെള്ളത്തിൽ കുട്ടികൾ ആൾക്കാർ വണ്ടിയുടെ ടയർ പോലത്തെ ചളി കളയുന്നത് അമ്മാതിരി കളിയായി. അത് കഴിഞ്ഞ് വന്നപ്പോഴേക്ക് ഡിവൈൻ്റെ മതിയാക്കി കയറ്റാൻ വേണ്ടി വന്നു. അപ്പോൾ ഈ സമയത്ത് എങ്ങനെയാണെന്ന് വെച്ചാൽ പിള്ളേർ രണ്ടുപേരും ഇത് ചെയ്യാൻ പോയേക്കായിരുന്നു, ഫോട്ടോസും കാര്യങ്ങളും എടുക്കാൻ പോയേക്കായിരുന്നു. എന്നെയാണ് ഇവരെ ഏൽപ്പിച്ചത്. അപ്പം ഞാനിങ്ങനെ ഓരോന്ന് ചെയ്യണതിൻ്റെ ഇടയിൽ ഇവർ കണ്ണ് തെറ്റിപ്പോയത് എൻ്റെ ശ്രദ്ധയിൽ പെട്ടില്ല. അതാണ് ഇപ്പം ഉണ്ടായത്. അപ്പോൾ നമ്മുടെ പാച്ചുവിനെ കുളിപ്പിക്കാനായിട്ട് കൊണ്ടുപോയി തിരിഞ്ഞ് നോക്കുമ്പോൾ അതേ അടുത്ത കളി ചാക്കോച്ചനും തോമും കൂടിയിട്ടായി. അപ്പോഴേക്കും പിന്നെ അതേ രണ്ടാളെയും കയറ്റി കൊണ്ടുപോയി കുളിയൊക്കെ കഴിഞ്ഞ് ചെറിയ ആളെ എൻ്റെ കയ്യിൽ തന്നു. വേഗം ഫുഡും കാര്യങ്ങളൊക്കെ കഴിച്ചു കേട്ടോ. അപ്പോൾ ഇവരെല്ലാവരും കഴിച്ചതിന് ശേഷമാണ് ഞാൻ കഴിക്കാതിരുന്നത്. കാരണം കുട്ടികളൊക്കെ ഒന്ന് ഓരോ വശത്തൊക്കെ ഒതുക്കി ഡാഡിയുടെ കാര്യങ്ങളൊക്കെ നോക്കി പട്ടികളുടെ കാര്യങ്ങൾ. അപ്പം ഇന്ന് ഉച്ചയായപ്പോൾ ഹക്കി വിളിച്ചിട്ടുണ്ടായിരുന്നു. ഹക്കി രാത്രി നമുക്ക് അവിടെ കൂടാമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ശരിയെന്നും പറഞ്ഞ് അപ്പോൾ നാളെ അതായത് 27 ഡോണിൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പോൾ ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ വാങ്ങിക്കാനായിട്ട് ഡിവൈനും മോനും ഡോണും കൂടി പുറത്ത് പോകാം കേട്ടോ. അപ്പോൾ ചാക്കോച്ചനെ കൊണ്ടുപോകില്ല. പക്ഷേ ചാക്കോച്ചനെ എങ്ങനെയാണെന്ന് വെച്ചാൽ വാച്ചൊക്കെ കെട്ടി മിടുക്കനായിട്ട് നിൽക്കുക. അപ്പോൾ സങ്കടമായിട്ടോ അവനെ കൊണ്ടുപോകാണ്ട് പോയപ്പോൾ ഭയങ്കര ആദ്യം ഒന്ന് കരഞ്ഞു. പിന്നെ കൊച്ചിൻ്റെ കൂടെ ബിസ്ക്കറ്റും കാര്യങ്ങളൊക്കെ കൂട്ടി അവനവിടെ ഇരുന്നു. അപ്പോൾ ഇവരൊക്കെ പോയതിന് ശേഷമാണ് ഞാൻ ഫുഡ് കഴിക്കാതിരുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ഉണക്കച്ചെമ്മീനും മാങ്ങയും കൂടിയിട്ടുള്ള കറിയും നല്ല മുതിരയും കൊപ്രയും കൂടിയിട്ടുള്ള ഉപ്പേരിയും നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഞാൻ നല്ലോണം ചാറൊക്കെ ഒഴിച്ച് കഴിച്ചു. അത് കഴിഞ്ഞ് ഞാൻ അന്നാൾ ബെസ്റ്റ് എന്ന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നില്ലേ മറ്റേ എനർജി ലഡു എന്ന് പറഞ്ഞിട്ട്, അത് ഞാൻ അന്ന് പൊതിഞ്ഞ് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നില്ലല്ലോ. ഇതാണ് സാധനം. നല്ല ടേസ്റ്റ് കേട്ടോ, ഭയങ്കര ടേസ്റ്റ്. എനിക്ക് അതിൽ ഇൻഗ്രീഡിയൻസ് ഞാൻ വായിച്ചായിരുന്നു. ഞാനത് മറന്നുപോയി. ഞാനത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. പീനട്ടാണ് ശരിക്കും, നാളികേരമാണ്, കപ്പലണ്ടിയാണ് മെയിൻ സംഭവം. അപ്പോൾ ഞാനത് ഉണ്ടാക്കാനാണ് ഞാൻ ഇന്നലെ പറഞ്ഞില്ലേ കപ്പലണ്ടി വാങ്ങിയിട്ടുണ്ട് എന്നുള്ളത്. അപ്പോൾ അതും കുറച്ച് പറ്റിയെങ്കിൽ പീനട്ട് ബട്ടറും ഉണ്ടാക്കണം എന്ന് വിചാരിച്ചിട്ടുണ്ട്. സമയം സാഹചര്യം ഒത്തു വന്നാൽ മാത്രം. കാരണം ഇപ്പോൾ പ്ലാൻ ചെയ്തതൊന്നും നടക്കാറില്ല. അങ്ങനെ ഇന്ന് ഡോൺ ഉച്ചയ്ക്ക് ഊണ് കഴിക്കാൻ വരാത്തതിൻ്റെ പേരിൽ തന്നെ കുറച്ച് കറി ബാക്കിയായി. എപ്പോഴും എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ 5 പേര് ഒരുമിച്ചുണ്ടെങ്കിൽ ആ കറി പെട്ടെന്ന് കഴിയും. അല്ലെങ്കിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ അതങ്ങനെ ഇരിക്കും. പക്ഷേ വേസ്റ്റ് ആയില്ല. ഇന്ന് രാത്രി ഡോൺ അതാണ് കഴിച്ചത് കേട്ടോ. ഡോണിന് എന്തോ ബിരിയാണി വേണ്ടാന്ന് പറഞ്ഞിട്ട് ചോറ് ഇവിടെ വന്നതിന് ശേഷമാണ് കഴിച്ചത്. കുറച്ച് ചൂട്ടോടെ കഴിച്ചു. കാരണം പുറത്ത് നല്ല മഴയില്ല. അവിടെ വെച്ചാൽ ഒന്ന് ചൂട്ടോടെ എന്തെങ്കിലും ആദ്യമൊന്നും കഴിക്കണ്ടെന്ന് പറഞ്ഞ പിന്നെ കഴിച്ച്. അപ്പം അതുകൊണ്ട് അത് കഴിഞ്ഞു കേട്ടോ. ഉപ്പേരിയും സംഭവമൊക്കെ കഴിഞ്ഞു. ഒന്നിട്ടിട്ടൊന്ന് പറഞ്ഞതാ. അങ്ങനെ പിള്ളേർസ് 2 പേരും കളി തുടങ്ങി. അവൻ അങ്ങനെ ചോദിക്കാനും പറയാനൊന്നും നിന്നില്ല കേട്ടോ ചാക്കോ. കുറേ നേരം അവർ 2 പേരും കൂടി ഇങ്ങനെ കളിച്ച്. ഞാൻ പറഞ്ഞില്ല അവർ 2 പേരും കൂടുമ്പോൾ നമുക്ക് ടെൻഷനില്ല. അങ്ങനെ വല്ലാണ്ടുള്ള കുറുമ്പും കാര്യങ്ങളും ഇല്ല. തോമും പാച്ചും 3 പേരും കൂടി കൂടുമ്പോൾ നമുക്ക് പേടിയാവും എന്തിട്ടാണ് ഉണ്ടാവുകയെന്ന്. അങ്ങനെ 4 മണി ആവാറൊക്കെ ആയപ്പോഴേക്കും എൻ്റെ അടുക്കളയത്തെ കംപ്ലീറ്റ് കഴിഞ്ഞ് വന്ന് ചാക്കോച്ചനെ ഞാൻ ഉറക്കാനായിട്ട് എടുക്കാൻ വന്നപ്പോഴാണ് അപ്പാപ്പൻ്റെ മേത്ത് കിടന്നിട്ട് രണ്ടാളും കളിയാണ്. അങ്ങനെ ചാക്കോച്ചനെ ഒരു പാട്ട് വെച്ച് ഒരു പകുതി ആവുമ്പോഴേക്കും സുഖമായിട്ട് അവൻ കിടന്നുറങ്ങിയിട്ടോ. അങ്ങനെ ചാക്കോച്ചനും പാച്ചും കിടന്നുറങ്ങി. കുറച്ച് കഴിഞ്ഞപ്പോൾ ഡിവൈനും ഡോണും വന്നു. 3 പേർക്കും വലിയ കാറും കൊണ്ട്. അപ്പോൾ ഇവർക്ക് ടാക്സി കളിക്കണ പണിയുണ്ട്, കോൾ ടാക്സി. അപ്പോൾ അതിനു വേണ്ടി 3 പേർക്ക് ഓരോ ടാക്സി കാർ വാങ്ങിയതാണ്. സന്തോഷമായി 3 ആൾക്കും കേട്ടോ. ഇനിയിപ്പോൾ നാളെ ക്ലാസ്സില്ല, മറ്റന്നാൾ ശനി ഞായറും ആയി. ഇനിയിപ്പോൾ ഈ ഒരാഴ്ച അവർക്ക് കളിക്കേണ്ട നേരമാണ്. അപ്പോൾ പറ്റിയ ഒരു സാധനമാണ് വാങ്ങിക്കൊണ്ട് വന്നേക്കണത്, കാറ്. അപ്പോൾ 3 ആളും കൂടി ടാക്സി വിളിച്ച് കളിക്കലും അങ്ങനെ അവരവിടെ ഇരുന്നോളൂ കേട്ടോ. അങ്ങനെ അവരുടെ കളിയാണ്. അപ്പോൾ ഓരോരുത്തർക്ക് തുറന്ന് കൊടുക്കുകയാണ്. ആദ്യം ഇവർ തന്നെ തുറക്കാമെന്നൊക്കെ വിചാരിച്ചു. ചാക്കോച്ചൻ അതിനൊന്നും നിന്നില്ല. അപ്പാപ്പൻ്റെ കയ്യിൽ കൊണ്ടു കൊടുത്തു. ഭയങ്കര സന്തോഷമായി. അപ്പോൾ ചാക്കോച്ചൻ്റെ മാത്രം മുകളിൽ ബ്ലാക്കാണ്, മറ്റവരെ 2 പേരുടെ സെയിമാണ്. ഒരു വ്യത്യാസമില്ലാത്ത രീതിയിലാട്ടോ 2 പേർക്കും വാങ്ങിക്കാം. കാരണം എന്താ വെച്ചാൽ ഒരാളുടെ എന്തെങ്കിലും ഒരു ഇതായിക്കഴിഞ്ഞാൽ അത് കൂടാണ്ട് അതുമ്മ പേരും എഴുതും. എന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പറയും നിൻ്റെ ഇതാണ്. അല്ലെങ്കിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരാളുടെ എന്തെങ്കിലും കംപ്ലയിൻറ്റ് വന്ന് അടുത്തത് എടുത്തു കഴിഞ്ഞാൽ അത് പണിയാണല്ലോ. അപ്പോൾ ഇവർ വരുമ്പോൾ ഒരു ഷവർമ്മ വാങ്ങിക്കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ഡിമ്പിളിന്.
അതുപോലെ തന്നെ നമ്മളുടെ ബെന്നുട്ടന്, അതായത് ഡയോണും ഏഞ്ചലും മോനും അവിടെ ഇന്നലെ വന്നിട്ടുണ്ടല്ലോ. അപ്പോൾ ബെന്നുവിനെ കാണാനായിട്ട് ഞങ്ങൾ ഇന്ന് അങ്ങോട്ട് പോകാമെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അവന് ഒരു ഗിഫ്റ്റും വാങ്ങി. അവന് ഏറ്റവും ഇഷ്ടം കിൻഡർ ജോയ് അത്ര. അപ്പോൾ കിൻഡർ ജോയും വാങ്ങി. അത് ബോക്സിലൊക്കെ ആക്കി ഞങ്ങൾ പിന്നെ ഇവർ നമ്മുടെ പിള്ളേർസ് കാണാണ്ടിരിക്കാൻ വേണ്ടി ഒരു പാക്ക് ചെയ്ത് ഗിഫ്റ്റ് പാക്കിലൊക്കെ ആയിട്ടാണ് കൊണ്ടുപോയത് കേട്ടോ. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ പോലെ അതൊന്നും വീഡിയോസ് എടുക്കാനും കാര്യങ്ങളൊന്നും പറ്റിയിട്ടില്ല. അക്കിയുടെ വീട്ടിൽ പോയാലും ജസ്റ്റ് ഒന്ന് എടുത്തു എന്നല്ലാണ്ട് വേറെ ഒന്നും ചെയ്തിട്ടില്ല. ഞാൻ പറഞ്ഞില്ലേ, എല്ലാവർക്കും ചിലപ്പോൾ വീഡിയോസ് എടുക്കാൻ ഇഷ്ടമുണ്ടാവില്ലല്ലോ വീഡിയോയിൽ നിൽക്കാനായിട്ട്. അപ്പോൾ ഏഞ്ചലിനെ സംബന്ധിച്ച് അത് ഇത്തിരി ഇഷ്ടക്കുറവുള്ള കൂട്ടത്തിലാണ്. അപ്പോൾ പിന്നെ ഞാൻ അത് എടുക്കാനും ഒന്നും നിന്നില്ല. ഏഞ്ചലിനെയും ബെന്നൂട്ടിനെയും കാണില്ല കേട്ടോ. അവരുടെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഞാൻ പിന്നീട് കാണിച്ചു തരുന്നുണ്ട്. അങ്ങനെ ദേ നമ്മളുടെ പിള്ളേർ ഇവിടെ കളിയോട് കളിയാണ്. അപ്പോൾ ആ ഗ്യാപ്പിൽ ഞാൻ പോയിട്ട് തുണികൾ പുറത്തുള്ളത് എടുത്ത് അകത്തിട്ട്, അപ്പോൾ ഇന്നൊക്കെ ഇന്നലത്തേക്കാളും കുറച്ചും കൂടി ഒന്ന് വാടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു അകത്തിട്ട് കഴിഞ്ഞാൽ കുറച്ചൊന്ന് ഉണങ്ങിയെങ്കിൽ ഉണങ്ങിയതെടുത്ത് മടക്കാം, അല്ലാത്തത് നാളെ അവിടെ കിടക്കട്ടെ എന്ന് വിചാരിച്ചു. അപ്പോൾ ഡിവൈൻ വന്നപ്പോൾ കൊണ്ടുവന്നതാണ് നമ്മുടെ മാജിക് ക്യൂബും പിന്നെ മറ്റേ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും. അപ്പോൾ ഞാനത് പൊട്ടിക്കാനൊന്നും നിന്നില്ല, കാരണം ഞങ്ങൾ 7:30 പോകാമെന്നാണ് പറഞ്ഞിരുന്നത്. പക്ഷേ ഡോൺ മുടി വെട്ടാനൊക്കെ ആയിട്ട് പോയി വന്നപ്പോൾ കുറേ ലേറ്റായി. അപ്പോൾ ഞങ്ങൾ പോകുമ്പോൾ ശരിക്കും 8 മണി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ ഞാനതൊന്നും എടുക്കാനൊന്നും നിന്നില്ല. അപ്പോൾ ചായയൊക്കെ കുട്ടികൾ തന്നെയാണ് വെച്ചത്. എനിക്ക് ആ ഗ്യാപ്പിൽ വേണമല്ലോ അവർക്കുള്ള ഫുഡ് കൊടുക്കാനൊക്കെ. അപ്പം ഇന്ന് ചാക്കോച്ചൻ്റെ കൂടെ ആയതുകൊണ്ട് തന്നെ എല്ലാ കാര്യങ്ങളും കുറച്ച് ലേറ്റായി. അപ്പോൾ ഡാഡിയുടെയും ഡിമ്പിളുടെയും കൂടി പോകണ്ടായിരുന്നില്ല. അവന് അമ്മാമ്മ മതി എന്ന് പറഞ്ഞിട്ട് എന്നെ കെട്ടിപ്പിടിച്ചിരിക്കുകയായിരുന്നു. അങ്ങനെ അവരുടെ കാറും കാര്യങ്ങളൊക്കെ ഡാഡി ഒതുക്കി വെച്ചു. അവർ ഡ്രസ്സ് മാറാൻ പോയി, 2 സെക്ഷനും ഡ്രസ്സ് മാറാൻ പോയി. ഞാനും കുളിക്കാൻ പോയി. തിരിച്ച് വന്നപ്പോഴേക്കും ഇവരെല്ലാവരും താഴേക്ക് എത്തിക്കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ഡോൺ എത്തിയിട്ടുണ്ടായിരുന്നില്ലെന്ന് നല്ല തിരക്കായിരുന്നു എന്ന് പറയുന്നുണ്ട് മറ്റേ ഇവിടെ. അപ്പോൾ തോമ എന്നോട് പറയാം, അതേ ടാക്സിക്ക് ഷെഡ് പണിതത് അത്രേ. കുഷിയനുകളൊക്കെ എടുത്ത് വട്ടനെ വെച്ചിട്ട് ഷെഡ് പണിത് ടാക്സി 3 കൂടെ അതിലിട്ടിരിക്കുക. അപ്പോൾ ഇതൊക്കെയാണ് ഇവരുടെ മെയിൻ കളികൾ കേട്ടോ. അപ്പോൾ ഞാൻ പോകാനായിട്ട് ഒരുങ്ങി. അപ്പോൾ ഞങ്ങൾ ഭക്ഷണം ഇന്ന് അവിടെ നിന്നാണ് കഴിക്കണത്. അപ്പോൾ അങ്ങനെ ഇറങ്ങി. നല്ല മഴ എന്ന് പറഞ്ഞാൽ നല്ല മഴയായിരുന്നു. അപ്പോൾ ഡോൺ മുടി വെട്ടാൻ പോയി കൊടുത്തുനിന്ന് വരുമ്പോൾ വണ്ടി ഓഫായിട്ട് ഡാഡി പോയിട്ട് അവനെ എടുത്തു കൊണ്ടുവരിക ചെയ്തേട്ടോ. കാരണം 2 വീലറിൽ വണ്ടി ഓഫ് ആവില്ലേ, നല്ല മഴ. അപ്പോൾ അവന് അവിടെ ബ്ലോക്കായി. അങ്ങനെ ഡാഡി പോയി കൊണ്ടുവന്ന് പിന്നെ ഞങ്ങളും കൂടി ഒന്നിച്ച് ഇറങ്ങി. എനിക്ക് തോന്നുന്നു 8 മണി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോഴേക്കും ഞാൻ വിളിച്ച് പറഞ്ഞു ലേറ്റാവും, ഇതൊക്കെയാണ് കാര്യം. പിന്നെ മഴയുമല്ലേ, കുട്ടികളെയും കൊണ്ട് ഇറങ്ങാൻ. പിന്നെ ഡിവൈനും ഡോണും പോയപ്പോഴത് എല്ലാം മഴയും കൊണ്ടുവന്ന് പറഞ്ഞു കേട്ടോ. നല്ല മഴയായിരുന്നു എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ പോയപ്പോൾ ചേച്ചി വീൽ ചെയറുമേ അല്ല കേട്ടോ, ചേച്ചി താഴെ ഇറങ്ങിയിരിക്കുക. അപ്പോൾ ഇന്നലെ ഷൂ ഒക്കെ ഇട്ടിട്ടാണ് എയർപോർട്ടിലേക്കൊക്കെ പോയത്. അപ്പോൾ അതുകൊണ്ട് കാലിനൊരു ചെറിയ പൊട്ടലും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞത് ഉണ്ടാവുമല്ലോ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഇറങ്ങണ നേരത്താണ് ഡോണും ഡയോണും കൂടി ഒരു ഫോട്ടോ ഡിമ്പിളും കൂടിയിട്ട് എടുത്തത്. കാരണം ഡിമ്പിളിൻ്റെ ഭയങ്കര ആഗ്രഹമായിരുന്നു കുഞ്ഞിലെ ഇവരുടെ ഒരു ഫോട്ടോ ഉണ്ട്, അത് ഞാൻ പിന്നീട് കാണിച്ചു തരാം കേട്ടോ. ഇന്നിപ്പോൾ ഞാൻ എടുത്ത ഫോട്ടോ നിങ്ങളെ കാണിക്കണമെന്നുള്ളൂ. അപ്പോൾ ഡോൺ ഇന്ന് മുടി വെട്ടിയിട്ടില്ലെങ്കിൽ താടിയും മുടിയും സെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ കറക്റ്റ് ഡയോണും ഡോണും ഒരുപോലെ ഇരുന്നേനെ. പക്ഷേ മുടി ഇതൊക്കെ വെട്ടി കഴിഞ്ഞു. അങ്ങനെ ചേട്ടനനിയനും ഞങ്ങൾ കുഞ്ഞിലേ തൊട്ട് ലെവനും കുശനും എന്നാണ് പറയുക കേട്ടോ. ഇപ്പോഴത്തെ നമ്മുടെ തോമും പാച്ചുമാണ് പണ്ടത്തെ ഡോണും ഡയോണും. അങ്ങനെ അവരിങ്ങനെ ഓരോ കത്തിയടിച്ച് ഡിവൈൻ ഫോട്ടോസ് എടുക്കുകയാണ് കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾക്ക് ഓരോരുത്തർക്കും ഓരോ പാക്കറ്റ് തന്നിട്ടാണ്. അത് എപ്പോൾ വരുമ്പോഴും ഡയോൺ അങ്ങനെ പേരുകൾ എഴുതിയിട്ടാണ് തരാം ഓരോ കവറും. എൻ്റെയും ഒരു കവറുണ്ടാവും. ആ കവറിൻ്റെ ഉള്ളിൽ ഡാഡിക്ക് ഒരു കവറുണ്ടാവും, ഡിമ്പിളിന് ഒരു കവറ്, ആൻസന് അതിൻ്റെ ഉള്ളിലുണ്ടാവും. അങ്ങനെയാണ് ഓരോന്നും ഡോണിന് ഡിവൈനിന് കുട്ടികൾക്കൊക്കെ. അപ്പോൾ ഇത് പിള്ളേർസിന് കൊണ്ടുവന്നതാട്ടോ. 2 പേർക്കും ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ ചാക്കോച്ചിൻ്റെ സാധനങ്ങളൊക്കെ ഡിവൈൻ കാണിക്കൂട്ടോ, ലാപ്ടോപ്പൊക്കെ ഉണ്ട്. അങ്ങനെ കുട്ടികൾക്ക് ഭയങ്കര സന്തോഷമായി. അപ്പോൾ പോരാത്തത് ടാക്സിയും എല്ലാം കൂടി ആയപ്പോൾ സൂപ്പറായി. അപ്പോഴാണ് ഡിമ്പിൾ ഓൺലൈനിൽ നിന്ന് ആമസോണിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്നല്ലോ ഗിഫ്റ്റ്. എന്തായാലും 12 മണി, ഇനി ചേട്ടൻ്റെ ബർത്ത്ഡേയുടെ ഗിഫ്റ്റ് കയ്യോടെ വാങ്ങിയിട്ട് പൊക്കോന്ന് പറഞ്ഞിട്ട് ചേട്ടന് ഗിഫ്റ്റൊക്കെ കൊടുത്ത് അവരെ അങ്ങോട്ട് യാത്രയാക്കി. അപ്പോൾ നാളെ തുറന്നാൽ മതി, ഇന്ന് തുറക്കണ്ട, നാളെ തുറന്നാൽ മതി എന്ന് പറഞ്ഞിട്ട് ഡോൺ ചേട്ടനെയും യാത്രയാക്കി അവൾ. അപ്പോൾ അത് കഴിഞ്ഞപ്പോഴാണ് എന്നാൽ നമുക്ക് തുറക്കാം, ആർക്കും എപ്പോഴും എന്ത് കിട്ടുമ്പോഴും തുറന്ന് കാണണം, അല്ലെങ്കിൽ അത് എന്താണെന്ന് അറിയണം എന്നുള്ളൊരു ആകാംക്ഷ ഉണ്ടാവുമല്ലോ.
ഒരു മുട്ടസൂചി പോലെ ആയാൽ പോലും നമുക്കത് എനിക്കോ എൻ്റെ പിള്ളേർക്കോ അത് ഭയങ്കര കാര്യമാട്ടോ. എന്ത് ചെറിയൊരു സാധനം തന്നാലും നമ്മൾക്ക് എത്ര ഉണ്ടെങ്കിലും ഒരാൾ ഗിഫ്റ്റായിട്ട് തരുമ്പോൾ അതിനൊരു ഇരട്ടി മധുരം എന്ന് പറയില്ലേ, അങ്ങനെയാണ്. അപ്പോൾ അങ്ങനെ ഡാഡിയുടെ അടുത്തത് ഇവരെ ഒരു പാച്ചുവിനെ ഏൽപ്പിച്ചിട്ട് ഞാനും ഡിംപിളും പതുക്കെ ബെഡ്റൂമിലേക്ക് കയറി. ഇത് കണ്ടോ, ഇവിടെ ബെന്നൂട്ടൻ എഴുതിയതാട്ടോ, മണി ഡെൻസിന്ന്. അപ്പോൾ ഇതിങ്ങനെ 2 പാക്കറ്റൊക്കെ ആയിട്ടാണ് അവർ തരം തിരിച്ച് വെക്കുക. അപ്പോൾ ഞാൻ എപ്പോഴും പറയും കുറേ പണിയെടുത്തിട്ടുണ്ടാവുമല്ലോ നിങ്ങൾ എന്ന് പറയും ഞാൻ. അങ്ങനെ ഇത് കീ ചെയിനാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഇത് ടോണി പേപ്പറിനുള്ളതാണ് കീ ചെയിനും, പെർഫ്യൂമും പിന്നെ ബോഡി സ്പ്രേ. അതുകൂടാണ്ട് ഒരു ടീഷർട്ട്. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യവും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ഒരു ടീഷർട്ട്. അപ്പോൾ ഡാഡി എങ്ങനെയാണെന്ന് വെച്ചാൽ മെയിനായിട്ട് ഈ ടീഷർട്ടുകൾ ഇടാം നമ്മൾ വല്ല ട്രിപ്പൊക്കെ പോകുമ്പോൾ. അപ്പം ഞാൻ പറയായിരുന്നു ബീച്ച് ഷർട്ട് പോലെ ഉണ്ട്, നമ്മൾ വല്ലയിടത്തേക്കൊക്കെ പോകുമ്പോൾ ഇടാനായിട്ട്, ബർമൂഡയുടെ കൂടെ ഇടാനായിട്ട് നല്ല ടീഷർട്ട് സെയിം ആണെന്ന് തോന്നുന്നുണ്ട്. മറ്റേ ഡോണിനും കൊണ്ടുവന്നിട്ടുള്ളത് കേട്ടോ. അത് ഡിവൈൻ കാണിക്കും എന്താണ് ഏതാണെന്നൊക്കെ. അത് കഴിഞ്ഞിട്ട് പിന്നെ എനിക്ക് എപ്പോഴും കിച്ചണിലേക്കുള്ള സാധനങ്ങൾ, കിച്ചണിലെ ടവല്, പിന്നെ സ്ക്രബ്ബ്, ഇതൊക്കെ കൊണ്ടുവരും അവിടുന്ന്. ഡിവൈനും ഏഞ്ചലും ഡയോണും കൂടിയിട്ടാണ് പർച്ചേസ് ചെയ്യുക സാധനങ്ങൾ കേട്ടോ, നമ്മൾക്ക് ഓരോരുത്തർക്കുള്ളതും. അപ്പോൾ എനിക്ക് എന്ന് പറഞ്ഞാൽ കിച്ചണിലത്തെ സാധനങ്ങളൊക്കെയാണല്ലോ വേണ്ടത്. അപ്പോൾ അതിനുള്ള സാധനങ്ങൾ, പിന്നെ കുറച്ച് മിഠായികൾ, ബിസ്ക്കറ്റുകൾ, അങ്ങനെ കുറച്ച് കുട്ടി സാധനങ്ങൾ എനിക്കും ഡാഡിക്കും ഉള്ളത് മാത്രം കേട്ടോ. അവർക്കൊക്കെ പിന്നെ ഒരു കുട്ടി പേഴ്സ് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ. പിന്നെ ഇത് നമ്മുടെ പ്രോട്ടീൻ ബാറ്. അവനറിയാം ഞാൻ കഴിക്കാറുണ്ട്, ഞാൻ വാങ്ങിക്കുമ്പോൾ ഇടയ്ക്ക് പോൾസ പേപ്പറും കൊണ്ടു കൊടുക്കാറുണ്ട് കേട്ടോ, അക്കിക്ക് കൊടുക്കാറുണ്ട്. അങ്ങനെ അത് കുറേ കേക്കുകൾ, അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ട് കുറേ സാധനങ്ങൾ, കുട്ടി സാധനങ്ങൾ. പിന്നെ എൻ്റെ ഫേവറേറ്റ് ഒരു സാധനം ഉണ്ട്, നിങ്ങൾക്കറിയാമല്ലോ, ഞാൻ ഈ കോഫി ലവറാണ്. കോഫി അല്ലെങ്കിൽ ചായ 3 in 1. അപ്പോൾ അത് കൊടുക്കുന്നു. അപ്പോൾ ഇത് കണ്ടപ്പോൾ ഡിംപിൾ പറയായിരുന്നു, ഓ മമ്മിയുടെ മനസ്സറിഞ്ഞു കൊണ്ടുവന്ന സാധനമാണെന്ന്. ഇത് അങ്ങനെ എന്താ പറയുക, കുറേ കുട്ടി സാധനങ്ങൾ. അപ്പോൾ നമുക്കത് കാണുമ്പോഴും ഇതൊക്കെ ഭയങ്കര സന്തോഷം. അപ്പോൾ ഞാൻ എപ്പോഴും ഇത് കാണുമ്പോൾ ഓർക്കുക എങ്ങനെയാണെന്ന് വെച്ചാൽ നെയിൽ പോളിഷ്. ഞാനിത് കാണുമ്പോൾ ഓർക്കുക, ഞാൻ 8ൽ പഠിക്കുമ്പോഴാണ് അപ്പച്ചൻ ഗൾഫിലേക്ക് പോയിട്ടുള്ളത്. അപ്പോൾ അവിടെ നിന്ന് അപ്പച്ചൻ 89ാമത്തെ ദിവസം വരും, റിഗിലായിരുന്നു. അപ്പോൾ വരുമ്പോൾ പെട്ടിയും കൊണ്ട് വരിക, പുലർച്ചെയാണ് എത്തുക. അന്നൊക്കെ ബോംബെയിൽ നിന്ന് ട്രെയിനിനാണ് വരിക, അന്ന് ഫ്ലൈറ്റിലല്ല വരിക. അപ്പോൾ അന്ന് വരുമ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ പെട്ടി ഇങ്ങനെ വീലുള്ള പെട്ടി ആ സമയത്താണ്. അപ്പോൾ ഇതും കൊണ്ടിങ്ങനെ വന്നു കഴിഞ്ഞ് ഞങ്ങൾ പുലർച്ചെയാണ് വരിക. വന്നാലും പിന്നെ ഒട്ടും വൈകിക്കാണ്ട് അവിടെ ഇരുന്ന് പെട്ടി തുറന്ന് ഞങ്ങൾക്ക് ഓരോന്ന് എടുത്ത് തരുമോ അപ്പച്ചൻ. അപ്പോൾ എനിക്ക് ഇതൊക്കെ ഇങ്ങനെ കാണുമ്പോൾ അതൊക്കെയാട്ടോ ഓർമ്മ വരെ. ഇതിപ്പോൾ ഡിംപിളിന് കൊണ്ടുവന്നിട്ടുള്ള സാധനങ്ങളാണ്, നമ്മുടെ പാച്ചുട്ടനെ കേട്ടോ. അങ്ങനെ അത് ആൻസിനുള്ള ബനിയൻ, പാച്ചുവിനുള്ള ബനിയൻ, പിന്നെ കുറച്ച് സ്വീറ്റ്സ്, ബിസ്ക്കറ്റ്സ്, അങ്ങനെയുള്ള കുറേ സാധനങ്ങൾ കേട്ടോ. പിന്നെ ഒരു ബോക്സ് ഒരേപോലെ തോമൂനും പാച്ചുവിനും എല്ലാതും കൊണ്ടുവന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ, അപ്പോൾ ഞങ്ങൾ രാവിലെ അപ്പച്ചൻ വരുന്ന സമയത്ത് ഓട്ടോറിക്ഷയുടെ ഒച്ച കേൾക്കുമ്പോൾ, അപ്പച്ചൻ ഓട്ടോയിലാണ് വരിക, ഓട്ടോറിക്ഷയുടെ ഒച്ച കേൾക്കുമ്പോൾ ഞങ്ങൾ ഉറങ്ങാണ്ടിരുന്നിട്ടുണ്ടോ പുലർച്ചെ വരിക. അങ്ങനെ എണീറ്റ് കൊണ്ടുവന്ന് ഈ പെട്ടി തുറന്ന് ഇത് പൊട്ടിച്ച് ഇതിലത്തെ അന്ന് മിഠായി ഇങ്ങനെ പങ്കുവയ്ക്കും. മൂത്ത ചേച്ചി എങ്ങനെയാ വെച്ചാൽ പങ്കുവെച്ച് ഞങ്ങൾക്ക് 3 പേർക്കും തന്ന് അത് കൈപിടിച്ച് ഞങ്ങൾക്ക് ഇഷ്ടമുള്ളവർക്ക് കൊണ്ടു കൊടുക്കുക. അങ്ങനെ ഒരു പതിവായിരുന്നു കേട്ടോ. അപ്പോൾ ഇതൊക്കെ കണ്ടപ്പോൾ അതാണ് ഇങ്ങനെ പലതീന്ന് ഇങ്ങനെ മിക്സ് ചെയ്തിട്ടാണ് പങ്കുവെക്കുമ്പോൾ നമ്മൾക്ക് ഓരോരുത്തർക്കും കിട്ടുക. അപ്പോൾ അതൊക്കെയാണ് ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഇങ്ങനെ ഓരോ കുട്ടി സാധനങ്ങൾ വരുമ്പോൾ എനിക്ക് ഓർമ്മ വരിക കേട്ടോ. അപ്പോൾ ഇതൊന്നിട്ടൊന്ന് പറയട്ടെ, നമ്മുടെ യൂസർ ചേച്ചിമാർ വീണ്ടും ഇറങ്ങിയിട്ടുണ്ട്. നിങ്ങൾ തന്നെ ഒരു അഭിപ്രായം പറയുക. ഇവരെക്കുറിച്ച് ഇനി ഞാൻ ഒരുവിധം കണ്ടുപിടിച്ചിട്ടുണ്ട് ഇവരാരാണ് എന്താണെന്ന്. പക്ഷേ സ്റ്റേഷനിൽ നിന്ന് ഒരു വിളി വരും അവർക്ക്. അപ്പോൾ അതിന് വേണ്ടി വെയിറ്റ് ചെയ്യണോ അതോ വേണ്ട വിവരദോഷികൾ അങ്ങനെ പൊക്കോട്ടെ എന്ന് വിചാരിക്കണോ? കാരണം വേണ്ട എന്ന് വെക്കും തോറും ഒരാഴ്ച കഴിയുമ്പോൾ ഇവർ വീണ്ടും 2-3 പേര് ഒന്നിച്ചങ്ങോട്ട് വരും. ഒരു ആൾ തന്നെയാണ് പല ID എന്നാണ് എൻ്റെ വിശ്വാസം. ഞാൻ അറിഞ്ഞതും അങ്ങനെ തന്നെയാണ്. അപ്പം ഞാനത് ഇന്ന് ഇത്തിരി കൂടുതലായിട്ട് വന്നിട്ടുണ്ട്. ഞാൻ കമൻസ് ഒന്നും ഡിലീറ്റ് ചെയ്തിട്ടില്ല. നല്ല രീതിയിൽ പറയണ പോലെയൊക്കെയാണ് പറയുക. പക്ഷേ ഇവരുടെ മുൻപിലത്തെ കമൻസ് അവരുടേത് ഓപ്പൺ ചെയ്ത് നോക്കിയാൽ അറിയാം. ഞാൻ എല്ലാതും സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുമുണ്ട്. അപ്പം ഞാൻ വെറുതെ വേണ്ടല്ലോ എന്ന് വിചാരിക്കുമ്പോൾ ഇവർ ചോദിച്ച് വാങ്ങുകയാണ്. അപ്പം ഞാനത് നിങ്ങളോടും കൂടി ഒരു അഭിപ്രായം ചോദിച്ചിട്ട് ഞാൻ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ്. കാരണം അറ്റ കൈക്ക് നമ്മളിപ്പോൾ ഓരോരുത്തരുടെയും കാണുന്നില്ലേ, നമ്മൾ ഈ ഒരാളെ ലോകത്തിൻ്റെ മുമ്പിലേക്ക് കൊണ്ടുവരുമ്പോൾ ഈ ആളുടെ ചുറ്റുമുള്ള കുറേ നല്ല മനുഷ്യരുണ്ടാവും, അവരാണ് ഇതുമൂലം വിഷമിക്കുക. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും നാൾ വേണ്ട എന്ന് വെച്ചത്. പക്ഷേ ഇവരത് തലേമേ കയറി എന്താ പറയുക വല്ലാണ്ടായി തുടങ്ങി.
എനിക്ക് ഞങ്ങളുടെ കുടുംബത്തിലില്ലാത്ത പ്രശ്നങ്ങളാണ് അവർ പറഞ്ഞുണ്ടാക്കുന്ന പ്രശ്നങ്ങൾ, ഞങ്ങളുടെ സഹോദരങ്ങളുടെ ഇടയിൽ അല്ലെങ്കിൽ ഞങ്ങളുടെ മക്കളുടെ മരുമക്കളുടെ ഇടയിൽ ഇല്ലാത്ത പ്രശ്നങ്ങൾ വെറുതെ കമൻറ്റ് വഴിയിട്ട് വെറുതെ എന്താ പറയുക, നമ്മളെ എന്നെ സംബന്ധിച്ച് എനിക്കൊന്നുമില്ല, എന്നാൽ പോലും വെറുതെ എന്തിനാ അങ്ങനൊരു സംഭവം, അതാ നിർത്തി കളയാലോ, അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ പറഞ്ഞോളൂ. കാരണം ഇനി അത്രയ്ക്കധികം അങ്ങോട്ട് കുറേ ക്ഷമയ്ക്കൊക്കെ ഒരു പരിധി ഉണ്ടെന്ന് പറയുമല്ലോ നമ്മൾ. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ അപ്പോൾ നിങ്ങൾ ഇന്നത്തെ 26-ാം തീയതിയിലത്തെ വീഡിയോ കണ്ടാൽ അറിയാം, ഞാൻ കമൻറ്റ്സ് റിമൂവ് ചെയ്തിട്ടൊന്നുമില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കണോ എന്ന് പറഞ്ഞതിനോട് കൂടിയിട്ട് ഞാൻ നാളത്തെ ഒരു തുടക്കമിടാണ്. നാളെ ജൂൺ 27, അതായത് ഇന്ന് നിങ്ങൾ കാണുന്ന ദിവസം ഡോണിൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പോൾ അവൻ്റെ ജീവിതത്തിൽ എന്താ പറയുക 39 വർഷം, അതിൽ ഒരു 2 വർഷം ഏറ്റവും മോശമായിട്ടുള്ളൊരു സമയം ഉണ്ടായിരുന്നു, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അതും ഈ സമയങ്ങൾ തന്നെയായിരുന്നു ആ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്ന മാസങ്ങൾ. അപ്പോൾ അതൊക്കെ പെട്ടെന്ന് നമ്മളെപ്പോഴും വിചാരിക്കും ഒന്നും മറക്കാൻ പറ്റില്ല എന്ന്. പക്ഷേ 100 ഇരട്ടി സന്തോഷം അപ്പുറത്ത് വരുമ്പോൾ നമ്മൾ ആ കഴിഞ്ഞു പോയ കാര്യങ്ങളൊക്കെ പെട്ടെന്ന് മറന്നു പോകും. എന്ന് വെച്ചിട്ട് സങ്കടങ്ങൾ മാറും എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത് കേട്ടോ. ഓർമ്മകൾ ഒരിക്കലും മരിക്കില്ല, പക്ഷേ നമുക്ക് ആ സങ്കടങ്ങൾ പെട്ടെന്ന് സന്തോഷമായിട്ട് മാറും. ഇപ്പോൾ ആ സന്തോഷമാണ് നമ്മളുടെ ഫാമിലിയിലുള്ളത്. ഇന്നിപ്പോൾ ഡോൺ എങ്ങനെയാണെന്ന് വെച്ചാൽ ഞങ്ങളുടെ നല്ലൊരു മകനായിട്ട്, ഡിവൈൻ്റെ നല്ലൊരു ഹസ്ബൻഡ്, പിന്നെ 2 ആൺമക്കൾ, 2 മക്കൾ നിങ്ങൾക്കൊക്കെ പരിചയമാണ്, തോമോനെയും പാച്ചുവിനെയും. തോമു സ്കൂളിൽ പോയി തുടങ്ങി. അപ്പോൾ ആ ഒരു അപ്പോൾ എപ്പോഴും നമ്മൾ മക്കൾ സ്കൂളിൽ പോയി തുടങ്ങുമ്പോൾ നമ്മൾ അപ്പന്മാർക്ക് കുറച്ചും കൂടി ഇരുത്തം വരും എന്ന് പറയും. നമ്മളുടെ മക്കൾ സ്കൂളിൽ പോകുമ്പോൾ നമ്മൾ അത്രയും കുറച്ചും കൂടി മുതിർന്ന പോലെയൊക്കെ തോന്നും. അപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ അത് ഓർക്കുമ്പോൾ ഭയങ്കര അത്ഭുതമാണ്. എനിക്ക് ഡോണിനെ ഇന്നലെ സ്കൂളിൽ വിട്ട പോലെ എൻ്റെ മനസ്സിൽ എൻ്റെ ഓർമ്മകൾ കേട്ടോ. അങ്ങനെ എന്താ പറയുക, എപ്പോഴും എൻ്റെ വായിൽ വരുന്നുണ്ട് കേട്ടോ. നിങ്ങൾ ക്ഷമിക്കുക, പെട്ടെന്ന് അങ്ങനെ കുറേ നേരം ഇങ്ങനെ പറയുമ്പോൾ അറിയാണ്ട് വന്നു പോണതാണ്. അങ്ങനെ കുറേ ചിരിയും കളിയും സന്തോഷവും സങ്കടവും കുറേ ടെൻഷനുകളും ഒക്കെ ആയിട്ട് ഒരു 39 വർഷം കഴിയാണ്. ഇനിയിപ്പോൾ ഞങ്ങളുടെ 40ാമത്തെ വാർഷികമാണ് വരുന്നത്. അപ്പോൾ നിങ്ങൾ ഇതുവരെ ഞങ്ങൾക്ക് തന്ന എല്ലാ സ്നേഹവും അനുഗ്രഹവും എപ്പോഴും ഞങ്ങളുടെ ഫാമിലിയുടെ കൂടെയും പ്രത്യേകിച്ച് ഡോണിൻ്റെയും കൂടെ ഉണ്ടാവണമെന്ന് പ്രത്യേകം പ്രാർത്ഥിക്കണം. ഇന്ന് ഡോണിൻ്റെ കൂടെ പ്രത്യേകിച്ച് പറഞ്ഞത് അവൻ്റെ ബർത്ത്ഡേ ആയതുകൊണ്ടാണ് കേട്ടോ, അല്ലാണ്ട് വേറെ ഒന്നുമല്ല. അപ്പോൾ ഇത്രയ്ക്കൊക്കെയുള്ളൂ ഇന്നത്തെ വിശേഷം. അപ്പോൾ മിക്കവാറും കമൻസ് ടേൺഡ് ഓഫ് ആയിരിക്കും ഇന്നെന്ന് വിചാരിക്കണം. നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന അനുഗ്രഹവും മോൻ്റെ കൂടെ ഉണ്ടാവണം, ഞങ്ങളുടെ ഫാമിലിയുടെ കൂടെ ഉണ്ടാവണം. അപ്പോൾ നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.